എല്ലാവർക്കും ശ്രീമാത്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് വളരെയേറെ പ്രയോജനപ്രദമാകും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ ടെസ്റ്റിന് പോയിരിക്കുമ്പോൾ ഈസി ആയിട്ടല്ല, ഇതിൻ്റെ ട്രിക്കുകളും ടിപ്പുകളും ഒക്കെ മനസ്സിലാക്കുക. ചില ട്രിക്കുകളുണ്ട്, ലെങ്തി ആയിട്ട് കാൽക്കുലേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കാതെ ചില ട്രിക്കുകൾ ഉപയോഗിച്ച് എക്സാം ഹാളിൽ പോയാൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കി. ശ്രീമാസിന് ഒരുപാട് ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഇട്ടിട്ടുണ്ട്. എക്സ് സാധനങ്ങളുടെ വാങ്ങിയ വില വൈ സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ ലാഭശതമാനം കാണാൻ എണ്ണങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റതിൻ്റെ എണ്ണം ഗുണം 100. നഷ്ടശതമാനം കാണാൻ എണ്ണങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റതിൻ്റെ എണ്ണം ഗുണം 100. അതായത് എക്സ് സാധനങ്ങളുടെ വാങ്ങിയ വില വൈ സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ ലാഭശതമാനം കാണാനാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ എണ്ണങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റതിൻ്റെ എണ്ണം ഗുണം 100. നഷ്ടശതമാനം കാണാനാണ് ചോദിച്ചെങ്കിൽ എണ്ണങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റതിൻ്റെ എണ്ണം ഗുണം 100. ഒരിക്കൽ കൂടി പറയാം. എക്സ് സാധനങ്ങളുടെ വാങ്ങിയ വില വൈ സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ ലാഭശതമാനം ആണെങ്കിൽ എണ്ണങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റതിൻ്റെ എണ്ണം ഗുണം 100. നഷ്ടശതമാനമാണെങ്കിൽ എണ്ണങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റതിൻ്റെ എണ്ണം ഗുണം 100. ഇനി ഈ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. PSCക്ക് വന്നിട്ടുള്ള പ്രോബ്ലംസ് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഷോർട്ട് കട്ട് ഫോർമുല ഓർത്തിരിക്കുക, ബൈ ഹാർട്ടാക്കി വെക്കുക. എക്സ് സാധനങ്ങളുടെ വാങ്ങിയ വിലയും വൈ സാധനങ്ങളുടെ വിറ്റ വിലയും തുല്യമായാൽ നഷ്ടശതമാനമാണെങ്കിലും ലാഭശതമാനമാണെങ്കിലും സെയിം ഫോർമുല തന്നെ. നഷ്ടശതമാനം സമം എണ്ണങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റതിൻ്റെ എണ്ണം ഗുണം 100. ലാഭശതമാനമാണെങ്കിലും അതേ ഫോർമുല തന്നെയാണ്. എണ്ണങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റതിൻ്റെ എണ്ണം ഗുണം 100. ഇവിടെ നമുക്കൊരു ചോദ്യം, 20 പേനകളുടെ വാങ്ങിയ വിലയ്ക്ക് തുല്യമാണ് 25 പേനകളുടെ വിറ്റ വിലയെങ്കിൽ നഷ്ടശതമാനം എത്ര? ഇതേ മോഡലാണ്. 20 പേനകളുടെ വാങ്ങിയ വിലയ്ക്ക് തുല്യമാണ് 25 പേനകളുടെ വിറ്റ വിലയെങ്കിൽ നഷ്ടശതമാനം എത്ര? നഷ്ടശതമാനം സമം എണ്ണങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റതിൻ്റെ എണ്ണം ഗുണം 100. എക്സ് സാധനങ്ങളുടെ വാങ്ങിയ വില വൈ സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ നഷ്ടശതമാനം സമം എണ്ണങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റതിൻ്റെ എണ്ണം ഗുണം 100. ലാഭശതമാനമാണെങ്കിലും സെയിം ഫോർമുല തന്നെ. ലാഭശതമാനം ഈ രീതിയിൽ വരണം. എക്സ് സാധനങ്ങളുടെ വാങ്ങിയ വില വൈ സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ ലാഭശതമാനം അങ്ങനെ തന്നെ. എണ്ണങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റതിൻ്റെ എണ്ണം ഗുണം 100. എണ്ണങ്ങളുടെ വ്യത്യാസം എത്ര? 25 20 തമ്മിലുള്ള വ്യത്യാസം എത്ര? 25 മൈനസ് 20 വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റതിൻ്റെ എണ്ണം. വിറ്റ എത്ര? 25 ഗുണം 100. 25 മൈനസ് 20 എന്ന് പറഞ്ഞാൽ 5 ഡിവൈഡഡ് ബൈ 25 ഗുണം 100. 25 100 കൂടെ കട്ട് ചെയ്യുമ്പോൾ 4. 5 ഗുണം 4 സമം 20. അപ്പോൾ നഷ്ടശതമാനം എത്രയാണ്? 20%. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നഷ്ടശതമാനം 20. ഒരിക്കൽ കൂടി പറയാം. എക്സ് സാധനങ്ങളുടെ വാങ്ങിയ വില വൈ സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായ നഷ്ടശതമാനം സമം എണ്ണങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റ വില ഗുണം 100. ഇവിടെ 20 പേനകളുടെ വാങ്ങിയ വിലയ്ക്ക് തുല്യമാണ് 25 പേനകളുടെ വിറ്റ വിലയെങ്കിൽ നഷ്ടശതമാനം കാണാൻ എണ്ണങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റതിൻ്റെ എണ്ണം ഗുണം 100. എണ്ണങ്ങളുടെ വ്യത്യാസം 25 20 പോകെ 5 ബൈ വിറ്റതിൻ്റെ എണ്ണം എത്ര? 25. 5 ബൈ 25 ഗുണം 100 20. ഓപ്ഷൻ ബി ആണ് ഉത്തരം. എക്സ് സാധനങ്ങളുടെ വാങ്ങിയ വിലയും വൈ സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ ലാഭശതമാനം കാണാൻ എണ്ണങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റതിൻ്റെ എണ്ണം ഗുണം 100. ഇവിടെ ഇത് +2 പ്രിലിംസ് സ്റ്റേജ് 3 2022 ക്വസ്റ്റ്യനാണ്. 10 സാധനങ്ങളുടെ വാങ്ങിയ വിലയും എക്സ് സാധനങ്ങളുടെ വിറ്റ വിലയും ഒന്നാണ് തന്നിട്ടുണ്ട്. ലാഭം 25% എങ്കിൽ എക്സിൻ്റെ വില കാണുക. അതായത് ലാഭശതമാനം എന്ന് പറയുന്നത് എണ്ണങ്ങളുടെ വ്യത്യാസം. എണ്ണങ്ങൾ ഏതൊക്കെയാണ്? 10ഉം എക്സും ആണ് എണ്ണങ്ങൾ. ലാഭശതമാനം എന്ന് പറയുന്നത് 25% തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. എണ്ണങ്ങളുടെ വ്യത്യാസം 10 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എത്ര എണ്ണമാണ് വിറ്റത്? എക്സ് സാധനങ്ങൾ ഡിവൈഡഡ് ബൈ വിറ്റതിൻ്റെ എണ്ണം ഗുണം 100 എന്ന് പറയുന്നത്
25 തന്നിട്ടുണ്ട്. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 10 - x × 100 സമം 25. എക്സ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഗുണിക്കുമ്പോൾ 25x. അതായത് ഈ 100 ഇതിനകത്തോട്ട് രണ്ടിനകത്തോട്ടും ബ്രാക്കറ്റിനുള്ളിലോട്ട് കയറ്റി ഗുണിക്കുക. 10 × 100 1000 - x × 100 -100x സമം 25x. ലൈക്ക് ടേംസ് രണ്ടും ഒരു സൈഡിൽ കൊണ്ടുവരിക. ഈ -100x ഇപ്പുറം കൊണ്ടുവന്നാൽ മതി. 1000 = 25x ഉണ്ട്. ഈ -100x റൈറ്റ് സൈഡിൽ പോകുമ്പോൾ +100x. അതായത് 25x-ഉം 100x-ഉം കൂടെ കൂട്ടുന്നത് 1000-ന് തുല്യമാണ്. 25x-ഉം 100x-ഉം കൂടെ കൂട്ടിയാൽ ലൈക്ക് ടേംസ് ആയതുകൊണ്ട് അങ്ങ് ആഡ് ചെയ്ത് എഴുതിയാണ്. 125x എന്ന് പറയുന്നത് 1000 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആണ് എന്നെ ചോദ്യം. 1000 ÷ 125. ഒന്ന് 5 വെച്ച് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ 25 വെച്ച് കട്ട് ചെയ്യാം. 25 4 100, ഇവിടെ ഒരു 0 ഉണ്ട്. 25 5 125. 40/5 8 ഉത്തരം. ഓപ്ഷൻ എ. ഒരിക്കൽ കൂടി പറയാം. എക്സ് സാധനങ്ങളുടെ വാങ്ങിയ വിലയും വൈ സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണ്. എക്സ് സാധനങ്ങളുടെ വാങ്ങിയ വില വൈ സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ ലാഭശതമാനം കാണാൻ എണ്ണങ്ങളുടെ വ്യത്യാസം / വിറ്റതിൻ്റെ എണ്ണം × 100. ഒരു ചോദ്യം. 10 സാധനങ്ങളുടെ വാങ്ങിയ വിലയും എക്സ് സാധനങ്ങളുടെ വിറ്റ വിലയും ഒന്നാണ്. ലാഭം 25% തന്നിട്ടുണ്ട്. എന്നാൽ എക്സിൻ്റെ വില കാണാനാണ് ചോദ്യം. 10x ആണ് എണ്ണങ്ങൾ, ലാഭശതമാനം 25%. ഇനി അതിൻ്റെ വില കൊടുക്കാം. എണ്ണങ്ങളുടെ വ്യത്യാസം / വിറ്റതിൻ്റെ എണ്ണം × 100 എന്ന് പറയുന്നത് ലാഭശതമാനമാണ്. അതായത് എണ്ണങ്ങളുടെ വ്യത്യാസം എത്ര? 10x ആവും. 10 - x / വിറ്റതിൻ്റെ എണ്ണം എക്സ് എണ്ണമാണല്ലോ വിറ്റ് × 100 സമം 25. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 10 - x × 100 ബ്രാക്കറ്റ് 100 = 20. ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 10 - x × 100 എന്ന് പറയുന്നത് 25x. അതായത് 100 ഇതിനകത്തോട്ട് കയറ്റി ഗുണിക്കുക. 10 × 100 1000. 1000 - x × 100 -100x സമം 25x. ഇനി ലൈക്ക് ടേംസ് ഒരു സൈഡിൽ കൊണ്ടുപോകാം. 25x ഇവിടെ ഉണ്ട്. ഈ -100x കൂടി ഇങ്ങിപ്പുറം കൊണ്ടുവന്നാൽ മതി. 1000 = 25x. ഈ -100x റൈറ്റ് സൈഡിൽ പോകുമ്പോൾ +100x. അതായത് 1000 = 25x + 100x. 25x + 100x എന്ന് പറയാൻ ലൈക്ക് ടേംസ് ആയതുകൊണ്ട് വെറുതെ കൂട്ടി എഴുതിയാൽ 125x എന്ന് പറയുന്നത് 1000 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് കാണാൻ 125x എന്ന് പറയുന്നത് 1000 ആണ്. അങ്ങനെ എക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? 1000-ത്തെ 125 വെച്ച് കട്ട് ചെയ്താൽ മതി. 25 4 100, ഒരു 0 ഇവിടെ ഉണ്ട്. 25 5 125. അതായത് 40/5 8. ഓപ്ഷൻ എ ആണ് ഉത്തരം. 8. എക്സിൻ്റെ വില 8. ഒരേ ഇനത്തിൽപ്പെട്ട 44, ഇത് ഒരു പ്രീവിയസ് LDC ക്വസ്റ്റ്യനാണ് ഖാദി ബോർഡിൻ്റെ. ഒരേ ഇനത്തിൽപ്പെട്ട 44 സാധനങ്ങൾ വിറ്റപ്പോൾ ലാഭമായി കിട്ടിയത് 11 സാധനങ്ങളുടെ മുടക്ക് മുതലാണ്. മുടക്ക് മുതൽ എന്ന് പറയാൻ വാങ്ങിയ വില ലാഭമായിട്ട് കിട്ടിയ 11 സാധനങ്ങളുടെ വാങ്ങിയ വില. അങ്ങനെയാണെങ്കിൽ ലാഭശതമാനമാണ് ചോദിച്ചേക്കുന്നത്. എക്സ് സാധനങ്ങൾ വിറ്റപ്പോൾ വൈ സാധനങ്ങളുടെ വാങ്ങിയ വില ലാഭമായി ലഭിച്ചാൽ ലാഭശതമാനം കാണാൻ y/x × 100. ഇവിടെ എക്സ് എന്ന് പറയുന്നത് വിറ്റത്, അതായത് 44. വൈയോ എത്ര സാധനങ്ങളുടെ വാങ്ങിയ വില ലാഭമായി ലഭിച്ചത്? 11 സാധനങ്ങളുടെ. അപ്പോൾ എക്സ് ഇവിടെ 44, y 11. അതായത് ലാഭശതമാനം കാണാൻ എന്ത് ചെയ്താൽ മതി? y/x × 100%. അതായത് 11/44 × 100%. 11 44 കിട്ടും. 11 11 1/4. 1/4 × 100% എന്ന് വരും. 4 100 കിട്ടുമ്പോൾ 25% എന്ന് കിട്ടും നമുക്ക്. 25% ഓപ്ഷൻ സി ആണ് ഉത്തരം. ഒരേ ഇനത്തിൽപ്പെട്ട 44 സാധനങ്ങൾ വിറ്റപ്പോൾ ലാഭമായി കിട്ടിയത് 11 സാധനങ്ങളുടെ മുടക്ക് മുതൽ എന്ന് പറഞ്ഞാൽ വാങ്ങിയ വില. ലാഭമായി കിട്ടിയത് 11 സാധനങ്ങളുടെ വാങ്ങിയ വിലയാണ്. വിറ്റ വിലയാണെങ്കിൽ ഫോർമുല മാറും. ഇത് വാങ്ങിയ വിലയാണ്. അങ്ങനെയാണെങ്കിൽ ലാഭശതമാനം കാണാൻ y/x × 100. അതായത് ഇവിടെ എത്ര വിറ്റതിൻ്റെ എണ്ണമാണ് 44. എക്സ് 44. എത്ര എണ്ണത്തിൻ്റെ വാങ്ങിയ വിലയാണ് ലാഭമായി കിട്ടിയത്? 11 എണ്ണത്തിൻ്റെ. എക്സ് 44, y 11. അതായത് y/x × 100. ലാഭശതമാനം കാണാൻ 11/44 × y/x × 100%.
അതായത് കട്ട് ചെയ്യുമ്പം 1/4 1/4 ഇൻറ്റു 100%. അതിൽ 100 കൂടെ വെട്ടുമ്പോൾ 25 1 ഇൻറ്റു 25 60 രൂപ വിലയുള്ള ഒരു പുസ്തകം 48 രൂപയ്ക്ക് കച്ചവടക്കാരൻ തരുന്നു എങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം എത്ര? ഡിസ്കൗണ്ട് ശതമാനം കാണാനുള്ള ഫോർമുല ഡിസ്കൗണ്ട് എമൗണ്ട് ഡിവൈഡഡ് ബൈ പരസ്യവില ഗുണം 100. പരസ്യവില എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ വില. പരസ്യവില എത്രയാണ്? 60 രൂപ അതിൻ്റെ യഥാർത്ഥ വില. അപ്പോൾ ഡിസ്കൗണ്ട് എത്ര രൂപയാണ് കിട്ടുന്നതെന്ന് അറിയാൻ എത്ര വിലയ്ക്കാണ് കിട്ടിയത്? നമുക്ക് ഈ 60ൽ നിന്ന് 48 കുറച്ചാൽ മതി. 48 രൂപയ്ക്ക് തരുന്നു. അതായത് 12 രൂപ ഡിസ്കൗണ്ട് കിട്ടി. 12 രൂപ കുറച്ച് കിട്ടി. അതായത് ഡിസ്കൗണ്ട് ശതമാനം കാണാൻ ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ പരസ്യവില എത്ര? 60 ഗുണം 100. 12 5 5 20. അപ്പോൾ ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ്? 20. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഡിസ്കൗണ്ട് ശതമാനം 20. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ പുസ്തകത്തിൻ്റെ യഥാർത്ഥ വില 60 രൂപ. എത്ര രൂപയ്ക്ക് തരുന്നു? 48 രൂപയ്ക്ക് തരുന്നു. അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം എത്ര? ഡിസ്കൗണ്ട് ശതമാനം കാണാൻ എത്ര ഡിസ്കൗണ്ട് കിട്ടിയോ അത് ഡിവൈഡഡ് ബൈ പരസ്യവില ഗുണം 100. യഥാർത്ഥ വില ഗുണം 100. ഇവിടെ പരസ്യവില എത്രയാണ്? യഥാർത്ഥ വില എത്രയാണ്? 60 രൂപ. എത്ര രൂപയ്ക്ക് കിട്ടുന്നു? 48 രൂപയ്ക്ക് കിട്ടുന്നു. അപ്പോൾ എത്ര രൂപ ഡിസ്കൗണ്ട് കിട്ടി? 60ൽ നിന്ന് 48 കുറച്ചാൽ 12 ഡിസ്കൗണ്ട് എമൗണ്ട് ഡിവൈഡഡ് ബൈ പരസ്യവില ഗുണം 100. 12 ഡിവൈഡഡ് ബൈ പരസ്യവില യഥാർത്ഥ വില 60 ഗുണം 100. അതായത് 12 60 കട്ട് ചെയ്യുമ്പോൾ 1/5 ഇൻറ്റു 100 500 കട്ട് ചെയ്യുമ്പോൾ 20. അപ്പോൾ ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ്? ഓപ്ഷൻ സി 20%. സെല്ലിംഗ് പ്രൈസ് വിറ്റ വില, കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില. 5000 രൂപയ്ക്ക് വാങ്ങിയ ഒരു പശുവിനെ 6000 രൂപയ്ക്ക് വിറ്റാൽ 1000 രൂപ ലാഭമാണ്. അപ്പോൾ ലാഭശതമാനം കാണാൻ 1000 എത്ര ലാഭം കിട്ടി? 1000 ഡിവൈഡഡ് ബൈ എത്ര കോസ്റ്റ് പ്രൈസ്? 5000 ഇൻറ്റു 100. അതാ ലാഭശതമാനം. എത്ര ലാഭം കിട്ടിയോ ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. അപ്പോൾ 5000 രൂപയ്ക്ക് വാങ്ങിയ ഒരു ഫാന് കുറച്ച് നാൾ കഴിയുമ്പോൾ 4000 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ നഷ്ടമാവുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നഷ്ടം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. അതായത് 5000 4000 പോയ 1000 നഷ്ടം. 1000 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് 5000 ഇൻറ്റു 100 നഷ്ടശതമാനം. നഷ്ടശതമാനമായാലും ലാഭശതമാനമായാലും കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വിലയെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുക. അതായത് ലാഭവും നഷ്ടവും നോക്കുന്ന വാങ്ങിയ വിലയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതുകൊണ്ട് ലാഭശതമാനം സമയം ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. നഷ്ടശതമാനം സമയം നഷ്ടം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ലാഭം കാണാൻ വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില കുറയ്ക്കുക. നഷ്ടം കാണാൻ വാങ്ങിയ വിലയിൽ നിന്ന് വിറ്റ വില കുറയ്ക്കുക. വലുത് ചെറുത് കുറയ്ക്കുക എന്ന് ഓർത്തിരുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ ശ്രീമാത്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസും ധാരാളം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്